ഈ കഥ കാണുന്നതിന് മുൻപേ നമ്മൾ ഒരു കാര്യം അറിയണം. 2050 ഒരു മനുഷ്യന്റെ വികാരഭാരതീയമായ മറ്റൊരു കാലം. അവനൊപ്പം ഒരു AI ഒരു മനുഷ്യൻ ജീവിതത്തിൽ ശാസ്ത്രം പതിപ്പിച്ചു. ഒരു നഗരം. 2050 എവിടെ നോക്കിയും AI. മനുഷ്യർക്ക് ജോലിയില്ല. തീരുമാനങ്ങളെല്ലാം മെഷീൻസ് തന്നെ എടുക്കുന്നു. ആ ലോകത്തിൽ ഒരു സാധാരണ മനുഷ്യൻ ഉണ്ടായിരുന്നു. അവന്റെ പേര് അർജുൻ. അവൻ ജോലി തേടി. പക്ഷേ എല്ലായിടത്തും ഒരു തന്നെ റിപ്ലൈ: AI വേഗം വർക്ക് ചെയ്യും, നിനക്ക് ആവശ്യമില്ല. ദിവസങ്ങൾ കടന്നുപോയി. അവന്റെ വിശ്വാസം കുറഞ്ഞു തുടങ്ങി. ഒരു ദിവസം അവൻ ഒരു വലിയ AI സെന്ററിൽ പോയി. അവിടെ ഒരു റോബോട്ട് പറഞ്ഞു: നീ ഒരു ജോലിക്കും ഫിറ്റ് അല്ല. ആ ഒരു വാക്ക് അവന് ഉള്ളിൽ നിന്ന് താക്കരുത്. പക്ഷേ ആ നിമിഷം അവന്റെ ഉള്ളിൽ ഒരു ചോദ്യം വന്നു: AI എല്ലാം ചെയ്യും, എന്നാൽ ഞാൻ എന്നെ ചെയ്യാൻ പറ്റുന്നത് എന്താ? ആ ചോദ്യം അവന്റെ ജീവിതം മാറ്റി തുടങ്ങി. അടുത്ത ദിവസം മുതൽ അവൻ പുതിയ രീതിയിൽ ചിന്തിച്ച് AI പതിപ്പിക്കാൻ പറ്റത് ആരെങ്കിൽ തേടി. അനുഭൂതി, മനുഷ്യൻ ബന്ധം, കരുണ. അവനൊരു വയസ്സായ അപ്പനെ സഹായിച്ചു. ഒരു കുട്ടിയെ പതിപ്പിച്ച് മനുഷ്യരോട് സംസാരിച്ച് നല്ല ജീവിതം മാറുന്നു. ഒരു ദിവസം ഒരു വലിയ കമ്പനി അവനെ വിളിച്ചു. അവർ പറഞ്ഞു: AI ഉണ്ട്, പക്ഷേ മനുഷ്യമില്ല. നീ മനുഷ്യരെ മനസ്സിലാക്കുന്നു, അതാണ് നമ്മൾ വേണം. അവൻ ഷോക്കായി. അവന് ജോലി കിട്ടി. പക്ഷേ അതൊരു സാധാരണ ജോലിയല്ല. AI-യും മനുഷ്യരും ഇടയിൽ ബ്രിഡ്ജ് ആകുന്ന മതി. ദിവസങ്ങൾ കടന്ന് അവൻ സാധാരണ മനുഷ്യൻ നിന്ന് ലോകത്തിന് ആവശ്യമുള്ള മനുഷ്യനായി. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ AI നിന്നെ മാറ്റില്ല. നീ നിന്നെ മാറിനാൽ മാത്രം നീ നഷ്ടപ്പെടും. മെഷീൻ വേഗം ചിന്തിക്കും, മനുഷ്യൻ ആഴമായി അനുഭവിക്കും. 2050 ജയിക്കുന്നവൻ AI-യോട് കോമ്പറ്റീറ്റ് ചെയ്യുന്നവൻ അല്ല, AI-ക്ക് ഇല്ലാത്തത് വളർത്തുന്നവൻ ആണ്.